റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വനം വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് ഒരു പതിറ്റാണ്ടിലധികമായി വയനാട് കളക്ടറേറ്റ് മുന്നിൽ സമരം ചെയ്യുകയാണ് ഒരു കുടുംബം. 1967 പണം കൊടുത്തു വാങ്ങിയ ഭൂമി വ്യാജരേഖകൾ ചമച്ച് വനംവകുപ്പ് പിടിച്ചെടുത്തുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വനഭൂമിയല്ല എന്ന കളക്ടറടക്കം റിപ്പോർട്ട് നൽകിയെങ്കിലും ഫയലുകൾ ഇപ്പോഴും ചുവപ്പ് നാടയിലാണ്. 2011 ആരംഭിച്ച സമരം 15 വർഷങ്ങൾക്കിപ്പുറവും തുടരുകയാണ്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ 15 വർഷം നീണ്ട ഒരു സമരത്തിന്റെ വാർത്തയാണല്ലോ ദീപകിന് നൽകാനാകുന്നത്. ഇപ്പോൾ സർക്കാർ മാറിയ ഒരു സാഹചര്യത്തിൽ ഈ സമരം ചെയ്യുന്നവർക്ക് എന്താണ് പുതിയ സർക്കാരിനോട് പറയാനുള്ളത്? വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതി പുതിയ വനമന്ത്രിയെ അറിയിച്ചോ ദീപക്? അതായത് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കൽപ്പറ്റയിലാണ്. അതായത് വയനാടിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് താഴെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വയനാട്ടിലെ സിവിൽ സ്റ്റേഷനാണ്. ഈ സിവിൽ സ്റ്റേഷന് മുൻപിലാണ്. ഇതാണ് ഈ സമരത്തിന്റെ കുടിൽകെട്ടി സമരം എന്നൊക്കെ വാക്കുകളിൽ പറയുമെങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ടാർപോളിൽ വലിച്ചു കെട്ടി ഫ്ലെക്സുകളൊക്കെ മറച്ച് ഇതിനകത്താണ് ഒരു മനുഷ്യൻ ഒരു പതിറ്റാണ്ടായി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നത്. അതായത് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീണ്ടു നിന്നതും ദയനീയവുമായ സമരങ്ങളിൽ ഒന്നാണ് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്നത്. കാഞ്ഞിരത്തിനാൽ കുടുംബം 2015 ഓഗസ്റ്റിനാണ് കാഞ്ഞിരത്തിനാൽ കുടുംബം ഇവിടെ സമരം ആരംഭിച്ചത്. ഇതിനകത്ത് ജെയിംസ് ഏട്ടൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 1967 ഇതിനകത്തേക്ക് ഉള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം ടോണി. 1967 ഈ കാഞ്ഞിരത്തിനാൽ ജോർജും സഹോദരനും ചേർന്ന് വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കാഞ്ഞിരങ്ങാട് വില്ലേജിൽ 12 ഏക്കർ ഭൂമി വില കൊടുത്ത് വാങ്ങിയത്. 12 ഏക്കർ പട്ടയ ഭൂമിയാണ് അന്ന്. അത് പിന്നീട് 1967 വനം വകുപ്പ് ആദ്യം വെസ്റ്റഡ് ഫോറസ്റ്റായി പിടിച്ചെടുത്തത്. എന്നാൽ പിന്നീട് കാഞ്ഞിരത്തിനാൽ കുടുംബം കേസിന് പോയി. ആ കേസിന് അനുകൂല വിധിയുണ്ടായി. എന്നാൽ അതിനുശേഷം വനം വകുപ്പ് വ്യാജമായ രേഖകൾ ചമച്ചാണ് ഇവിടെ ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് കേസും വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടായി. വനം വകുപ്പ് കൃത്രിമമായി വ്യാജമായി ചമച്ച രേഖകളിൽ നിന്നാണ് ഇവരെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. 2008 കനത്ത പോലീസ് കാവലിലാണ് ഇവരെ ഈ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ഇതാണ് കാഞ്ഞിരത്തിനാൽ ജെയിംസ് ഏട്ടൻ ഈ അകത്തിരിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ കാഞ്ഞിരത്തിനാൽ ജെയിംസ് ഏട്ടൻ്റെ കുടിൽ സമര ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ ജെയിംസ് ഏട്ടാ? എത്ര നേതാക്കന്മാർ തുടക്കം മുതൽ വന്നു? എത്ര കാലം ഇവിടെ കിടക്കും? എല്ലാ നേതാക്കന്മാരും വന്നുപോയി. ഇനി വരാൻ ഒരാളുമില്ലെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ആരുമില്ല. കേരളത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാം? നിങ്ങളോട് അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു തരാം. അച്ഛനും അമ്മയും ഇവിടെ സമരം ഇരുന്നപ്പോൾ VS അച്യുതാനന്ദൻ വന്നിട്ട് പോയി. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി 2005 ഡിസംബർ മാസം 4-ാം തീയതി അന്ന് VS അച്യുതാനന്ദനോടെ വന്നിട്ട് പോയി. അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. അപ്പം മുഖ്യമന്ത്രിയായതിനു ശേഷം ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ അയാൾ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല അടിച്ചത്. ഉമ്മൻചാണ്ടിനെ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കണമെന്നാണ് പറഞ്ഞു. വേറെ ഏതൊക്കെ നേതാക്കന്മാരാണ്? മന്ത്രിമാരൊക്കെ ചെന്നിത്തല വന്ന്, ഇവിടെ രമേശ് ചെന്നിത്തല വന്ന്, വനവകുപ്പ് മന്ത്രി രാജു വന്നു 1-ാം പിണറായിയുടെ ഭരണകാലത്ത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. TP രാമകൃഷ്ണൻ വന്നു, ഇപ്പോഴത്തെ LDF കൺവീനർ. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് വന്നു സുപ്രീം കോടതിയിലെ. പിന്നെ ഇയാളിവിടെ വന്നിട്ട് പോയി. രാജശേഖരൻ വന്നിട്ട് പോയി. സുരേഷ് ഗോപി വന്നു. അങ്ങനെ എത്ര നേതാക്കന്മാരിവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം എന്താ ചെയ്തത്? ഞങ്ങൾ ഈ പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കാം എന്നും പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ പാർലമെന്റിൽ ഉന്നയിക്കാൻ സുരേഷ് ഗോപി പാർലമെന്റിൽ ഉന്നയിക്കാമെന്നും പറഞ്ഞ് വന്നിട്ടാണ് പോയത്. നിങ്ങളുടെ കുടുംബം പണം കൊടുത്തു വാങ്ങിയ നിയമപരമായ ഭൂമി, ജന്മം പട്ടയ ഭൂമി, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളരേഖയുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അന്യായമായി പിടിച്ചെടുത്തതാണ് എന്ന് നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതേ ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് മാത്രമല്ല, അത് എവിടെയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ആൾമാറാട്ടം നടത്തിയെന്നും ഈ കേസിൽ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെന്നും അത് എങ്ങനെയാണ് ഉണ്ടായതെന്നും വനഭൂമി മാറ്റിയിട്ടുണ്ടെന്നും എല്ലാം തെളിയിക്കാൻ ഞാൻ തയ്യാർ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ എന്താ പറഞ്ഞത്? അതെ, ഷിബു ജോൺ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എത്ര ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തന്നിരുന്നു. മാധ്യമത്തിൽ കണ്ട വാർത്ത മാത്രമേ ഉള്ളൂ. ഷിബു ജോൺ എന്നോട് സംസാരിച്ചിട്ടില്ല. ശരി ദീപക്, ഇപ്പോൾ നമ്മളിപ്പോൾ വനമന്ത്രിയെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയം എന്താണെന്ന് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ദീപക് പറയുന്നതനുസരിച്ചാണെങ്കിൽ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ തുടങ്ങിയ സമരമാണ് ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നതാണ്. പതിറ്റാണ്ടിലേറെയായ ഒരു കുടുംബം
സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സർക്കാർ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും ഈ സർക്കാരിന് ആ വിഷയം പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം. വയനാട് കളക്ട്രേറ്റിന് മുമ്പിലാണ് ഒരു കുടുംബം വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്.